dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തോ? യെസ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. ബേസിക് ക്ലാസ്സസ്, അത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇവ റീഡിംഗ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ളവർക്ക് ആ റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസും നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, 1ാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഡേ 3 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കഥ പറയാം എന്നുള്ളതാണ്. ആദ്യത്തത് കഥ പറയാം. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ആമയും തവളയുമാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ആമയുടെയും മുയലിന്റെയും കഥ പഠിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാലോ, ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും ആമയുടെയും മുയലിന്റെയും കഥ. അതുപോലെ തന്നെ ആമയും തവളയുമാണ്. ഇപ്പൊ ടീച്ചർ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആമയും തവളയും കൂട്ടുകാരാണോ? ഇവർ പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? കാണുമ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവോ? എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് കുറച്ച് ക്ലൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് എന്ത് ചെയ്യുക? ആമയുടെയും തവളയുടെയും കഥ, അത് കുട്ടികൾ അവരുടെ ഓരോരുത്തരുടെയും ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. കഥ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തത് കളർ ചെയ്യാനാണ്, സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന ആൻസറിന് ആ കളർ കൊടുക്കണം. 8 - 2 എന്താണെന്ന് ആദ്യം കണ്ടെത്തണം. 8 - 2 എന്താ ആൻസർ കിട്ടിയേ? 8 - 2 6 കിട്ടിയോ? എല്ലാവർക്കും 8 - 2 6 കിട്ടിയോ? യെസ്. അപ്പൊ 6 കിട്ടിയെടുത്ത് ഏത് കളറാണ് നൽകാനുള്ളത്? റെഡ് കളർ നൽകാം. 14 - 7 ഏതായിരുന്നു ആൻസർ? 7. 7 കിട്ടിയെടുത്ത് എന്ത് കളർ കൊടുക്കണം? യെല്ലോ കളർ. 9 - 5 4 അവിടെ എന്ത് കളർ നൽകണമായിരുന്നു? ബ്ലൂ. 7 - 2 5 5 കിട്ടുന്ന സ്ഥലങ്ങളിൽ ഗ്രീൻ കളർ കൊടുക്കുക. 6 - 3 3 കിട്ടിയ സ്ഥലങ്ങളിൽ ബ്ലാക്ക് കളർ കൊടുക്കുക. ഇതാണ് ആക്ടിവിറ്റി. അപ്പോൾ നമുക്കൊന്ന് കളർ കൊടുത്തു നോക്കാം. എങ്ങനെയാണ് നിന്ന് നോക്കാം. റോബോട്ടിനാണ് കളർ നൽകാനുള്ളത്. 3 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 7 6 ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യത്തത് 6 ആണ്. 6 കിട്ടിയെടുത്ത് റെഡ് ആണ് കൊടുക്കാനുള്ളത്. 6 കിട്ടുമ്പോൾ റെഡ് ആണ് നൽകാനുള്ളത്. ടീച്ചർ എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ 6 ആണ്. അപ്പോൾ 6ന് എന്ത് കളർ നൽകണം? റെഡ് കളറാണ് നൽകാനുള്ളത്. അപ്പോൾ 6 കിട്ടിയ സ്ഥലത്ത് റെഡ് കളർ ഇതുപോലെ നൽകുക. 6 കിട്ടിയ കോളത്തിൽ റെഡ് കളർ നൽകാനായിരുന്നു. ഓക്കെ, ഇവിടെയും 6 ഉണ്ട്. അപ്പോൾ 6 കിട്ടിയ കോളത്തിൽ റെഡ് കളർ കൊടുക്കുക. ഇതായിരുന്നു ആക്ടിവിറ്റി. നെക്സ്റ്റ് വരുന്നത് 7 കിട്ടിയ സ്ഥലത്ത് യെല്ലോ കൊടുക്കുക എന്നുള്ളതായിരുന്നു. 7 കിട്ടിയ സ്ഥലത്ത് യെല്ലോ കൊടുക്കുക. 7 ഇവിടെയാണ് 7 കിട്ടിയത്. അപ്പോൾ 7 കിട്ടിയ ആൻസർ കിട്ടിയാൽ അവിടെ എന്ത് കളർ നൽകണം? യെല്ലോ കളർ നൽകണം. 7 കിട്ടിയ സ്ഥലങ്ങളിൽ യെല്ലോ കളർ. അപ്പോൾ താഴത്തെ സബ്ട്രാക്ഷൻ ചെയ്തിട്ടാണ് മുകളിൽ കളർ നൽകേണ്ടിയിരുന്നത്. ഓക്കെ, അതുപോലെ 4 കിട്ടിയ സ്ഥലത്ത് നൽകേണ്ടത് ബ്ലൂ കളറാണ്. 4 കിട്ടിയ സ്ഥലങ്ങളിൽ ബ്ലൂ കളർ നൽകണമായിരുന്നു. 4 കിട്ടിയ സ്ഥലങ്ങളിൽ ബ്ലൂ കളറാണ് നൽകേണ്ടിയിരുന്നത്. ഓക്കെ, യെസ്. ഇതുപോലെ നിറം നൽകാനായിരുന്നു. ആൻസർ കിട്ടിയ ശേഷം അതിന്റെ നിറം നൽകാനുള്ളതായിരുന്നു ആക്ടിവിറ്റി. എല്ലാവരും ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത പ്രവർത്തനം ബിഗുവിന്റെ ഡയറിയാണ്. ബിഗുവിന്റെ ഡയറി ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ രക്ഷിക്കണേ എന്ന് നിലവിളി കേട്ടു. ഞാൻ ഉണർന്ന് താഴേക്ക് നോക്കി. പുഴയിൽ നിന്നും തവളയുടെ നിലവിളി കേട്ടു. തവള ആമയുടെ പുറത്തിരുന്നാണ് നിലവിളിക്കുന്നത്. മുമ്പിൽ ഒരു മുതല വാ പിളർന്നു നിൽക്കുന്നു. ഞാൻ അവരുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. ഭും ഭും എന്ന് ഉറക്കെ ഒച്ചയുണ്ടാക്കി. മുതല പേടിച്ചോടി. തവളയും ആമയും ചിരിച്ചു. അപ്പോൾ തവളയുണ്ട്, തവളയുടെ പുറത്ത് ആരുണ്ട്? ആമയുണ്ട്, ആമയുടെ പുറത്ത് ആരുണ്ട്? തവളയുണ്ട്. ഇതാരാണ്? മുതലയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ബിഗു ഇറങ്ങിപ്പോയി ആമയും തവളയും രക്ഷിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതുപോലെ
ഇന്നലെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ. ഇന്നലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകിട്ട് ഉറങ്ങുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ എണീറ്റു, സ്കൂളിൽ പോയെങ്കിൽ സ്കൂളിൽ പോയി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആഹാരങ്ങൾ കഴിച്ചു, ഇന്നലെ ആരെങ്കിലും സമ്മാനം തന്നെങ്കിൽ അത്, പുറത്തു പോയെങ്കിൽ ആ കാര്യങ്ങൾ, അതൊക്കെ വീട്ടിൽ വിരുന്ന് വന്നവർ ആരൊക്കെ, അതൊക്കെ ചേർത്ത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറി എഴുതാം. ഓക്കെ, അതായിരുന്നു അടുത്ത പ്രവർത്തനം. ഇനി ലാസ്റ്റ് പ്രവർത്തനം 3 പൂക്കൾ. വായിക്കൂ, വരച്ചു ചേർക്കൂ. ഇവിടെ 3 പൂക്കളുണ്ട്. തുമ്പപ്പൂവുണ്ട്, ചെമ്പരത്തി പൂവുണ്ട്, അതുപോലെ മല്ലികപ്പൂവുണ്ട്. മല്ലികപ്പൂ, ചെമ്പരത്തി പൂ, തുമ്പപ്പൂ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായ കാര്യങ്ങൾ വരച്ചു ചേർക്കാന്നാണ് പറയുന്നത്. 5 ഇതളുണ്ട്. 5 ഇതളുള്ളത് എന്തിനാണ് 5 ഇതളുള്ളത്? ചെമ്പരത്തി പൂവിനാണ്. അപ്പോൾ 5 ഇതൾ എങ്ങോട്ട് വരയ്ക്കണമായിരുന്നു? ചെമ്പരത്തി പൂവിന് നേർക്ക് വരയ്ക്കണം. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത സെന്റൻസ് എന്താണെന്ന് നോക്കാം. അടുത്ത സെന്റൻസ് കുഞ്ഞുപൂവ്. കുഞ്ഞുപൂവ് തുമ്പയാണോ, ചെമ്പരത്തിയാണോ, മല്ലികയാണോ? കുഞ്ഞുപൂവ് തുമ്പയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുഞ്ഞുപൂവിലേക്ക് തുമ്പയിലേക്ക് വരയ്ക്കണം. ഓക്കെ, അടുത്ത് പറയുന്നത് ഒരു ഇതൾ പൂവ്. ഒരു ഇതൾ പൂവ് ഏതാണ്? തുമ്പയാണ് ഒരു ഇതൾ പൂവ്. വെള്ള നിറത്തിൽ മാത്രം, വെള്ള നിറത്തിൽ മാത്രം കാണുന്നത് എന്താണ്? തുമ്പയാണ് വെള്ള നിറത്തിൽ മാത്രം കാണുന്നത്. ഓക്കെ, അടുത്തെന്താണ്? നിറം നൽകാൻ ഉപയോഗിക്കുന്നു. നിറം നൽകാൻ ഉപയോഗിക്കുന്നു. നിറം നൽകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ചെമ്പരത്തിപ്പൂവ്. പല നിറത്തിൽ കാണാം. ചെമ്പരത്തിപ്പൂവും പല നിറത്തിലുണ്ട്, മല്ലികപ്പൂവും പല നിറത്തിലുണ്ട്. ധാരാളം ഇതളുകളുണ്ട്. ആർക്കാണ്? മല്ലികപ്പൂവിനാണ് ധാരാളം ഇതളുകൾ ഉള്ളത്. വലിയ ഇതളുകൾ ആർക്കാണ്? വലിയ ഇതളുകൾ ചെമ്പരത്തിക്കാണ് വലിയ ഇതളുകൾ. ഓക്കെ, ഇതുപോലെ ശരിയായ വാക്യങ്ങൾ വരച്ചു ചേർക്കും. വായിക്കൂ, വരച്ചു ചേർക്കൂ എന്നുള്ളതായിരുന്നു അടുത്ത പ്രവർത്തനം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഇന്റഗ്രേഷൻ ഡേ 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.